ഹലോ ഗൈസ്, ഹലോ 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 എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ പാൽ വേൾഡ് അടുത്ത വീഡിയോ വന്നിട്ടുണ്ട്. നമ്മളെ ചോർമുട്ടയുടെ കഴിഞ്ഞ വീഡിയോ പിടിച്ച ചോർമുട്ടയുടെയാണ് നോക്കിക്കുന്നുണ്ട്. ഇപ്പോഴും നോക്കി നിൽക്കുന്നത് എന്നൊക്കെ തിന്നാനാണോ എനിക്ക് എന്തിനാണോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ 33ാമത്തെ പാൽ ബോസിനെയാണ് കേട്ടോ. 33ാമത്തെ പാൽ ബോസ്. ഓ 32 എണ്ണത്തിന് നമ്മൾ പിടിച്ച് ഇനി ഒരു 13 എണ്ണത്തിന് കൂടെ നമ്മൾ ടോട്ടലി പിടിക്കാനുള്ളത്. 45 എണ്ണത്തിൽ അതിൽ ഒരെണ്ണം ചോർമുട്ടയുടെ തന്നെയാണ്, പക്ഷെ അതിന് കൊണ്ടും പിടിക്കും. ആ ഓക്കെ, ഇനി കൊണ്ടും പോണ്. ഇത് അടുത്തതിനെയും കൊന്നു. എടാ ഇതിനൊക്കെ പാപം നീ എവിടെ കൊണ്ടുപോയി കഴിക്കളെ അവിടെ. അപ്പം നമ്മൾ പിടിക്കാൻ പോണ ആരെന്ന് വെച്ചാൽ ഇന്ന് എവിടെ ഈ സുസാക്കുനെയാണ്. സുസാക്കു ഒരു ഇതാണ് കേട്ടോ, ബേഡാണ്. അതിനെയാണ് നമ്മൾ പിടിക്കാൻ പോണേ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം എല്ലാവരും ലൈക്കൊക്കെ അടിച്ച് ഇരിക്കുക. ഇത് നീരുത്തിയാണാ? ഇത് നീരുത്തിയതാണാ? എന്ത് അല്ല ഇയാളെ ഇല്ല ആ പൂച്ചാടെ കുത്തിരുന്നിരുന്നേ. ഇല്ലല്ല ഓക്കെ വാ നമുക്ക് വാ. നീ അയച്ചു വിട്ടപ്പോ ഇങ്ങനെ എടുക്കണതാ, ഞാൻ പിന്നെ ഒന്നും മാറ്റിയിട്ടില്ല. ഓഹോ ഞാൻ വിട്ടതാ. അത് പണി കൊടുക്കാത്തവനാണ്. ഞാൻ പണിയെടുക്ക് വെച്ചിട്ടാ. എടാ അടിക്കാൻ പോണ മറ്റേതല്ലേ സുസാക്കു സുസാക്കു. വെള്ളം എടുത്തോ. അയ്യോ അത് കുഴപ്പമില്ല, ചോർമുട്ടയുണ്ട്, അവൻ മാത്രം മതി. അതും തീയല്ലേ? ആ ഇതാടാ വീട്, ഞാൻ പറഞ്ഞ വീട്. ഞാൻ എവിടക്കപ്പോ വന്ന് ഇവിടെ അൺലോക്കാണോ? അല്ല ഞാൻ നിക്കണ വീട് അൺലോക്കാണോ? ആ ഈ വീടാണ് ഞാൻ പറഞ്ഞേ. അടുത്ത പൈസ കൂടാക്കാം. സെക്യൂരിറ്റി ഉണ്ടല്ലേ, ഒന്നല്ല വാണ്ടറിംഗ് മെർച്ചന്റ്. ഇവിടെ മെർച്ചന്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ അകത്ത് തന്നെ. അതിന്റെ അകത്ത് ആരൊക്കെയോ ഉണ്ട്. ആ അതെ, കൈൻഡ് ഡെസേർട്ട് ഇൻഹാബിറ്റന്റ്. ഇൻഹാബിറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റാത്തതാണ്. Now here is an unfair face first time in desert. Yeah. Termers legend for living. ഓ ഇത് മറ്റേ പാൽ ടേമേഴ്സാ. എന്താണോ ഇതിൻ്റെ ഹൈ ക്വാളിറ്റി ഇതൊക്കെ തന്നു. നമുക്ക് വന്ന് പണി നോക്കാം. എവിടെ അവൻ? സുസാക്കു. അങ്ങനെ പോരെ? അങ്ങനെയാണോ? ആ സൈഡിലല്ലേ പക്കം. എൻ്റെ കിളി സീന. ആ ഒരു മുട്ട. അപ്പോൾ നമുക്കെന്തായാലും സുസാക്കുവിനെ പിടിക്കണം എന്ന്. എല്ലാവരും ലൈക്കൊക്കെ അടിച്ചല്ലോ അല്ലേ? നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കാണ്ട് കാണുന്നത്. ഒരു കമൻ്റൊക്കെ ചെയ്യാരൊക്കെയെന്ന് അറിയണ്ടേ, പരിചയപ്പെടുന്നു. ഇനി അത് കുറച്ച് മുമ്പേ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ ആണ്. നിങ്ങൾ കാണാൻ കുറച്ച് കൂടുതൽ ടൈം കഴിഞ്ഞിട്ടാവും നിങ്ങൾ കാണുന്നത്. പിന്നെ അത് പാസ് ചെയ്തതിൻ്റെ മുമ്പ് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻ്റൊന്നും എനിക്കറിയില്ല. ഞാൻ വരുന്നുണ്ട്. ആ അവൻ നിൽക്കുന്നതാണാ? ഓ നീയാണ് അതിൻ്റെ അടുത്ത് നിൽക്കുന്നത്? അതെ, അതിൻ്റെ അടുത്ത് കുറെ ആൾക്കാരുണ്ടല്ലേ. എന്താണ് എന്റെ ബാക്കില് കുറെ ആൾക്കാര്. ഓ ഇവിടെ വേറെ സുസാക്കു ലെവൽ 42. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നെ അടിക്കാൻ വരുന്ന ഒരു കാര്യമുണ്ട്. അതന്നെയാണോ ബോസ് ഞാൻ ഇപ്പൊ ഓവർടേക്ക് ചെയ്ത്? അല്ലല്ല അല്ല, ഇവിടെ എന്നെ തല്ലാൻ വന്നേ. അവനെന്നെ കണ്ടേക്ക് വെറുതെ അടിക്കാൻ വന്നു. കൊന്നിട്ട് വരുന്നു. ഏ അല്ല അല്ല അല്ല, അതേ നിക്കുന്നു ഇവനാണ്. അതാ ഹെഡ് പിടിച്ചോ. റെഡി കിട്ടും തോന്നിയില്ല. ആ അത് കൊണ്ടുപോയില്ല ഏട്ടാ. ഇതിനടിക്കല എളുപ്പമല്ല. ഇവിടെ ഞാൻ അടിച്ചെന്ന കൊള്ളത്തിന്റെ ഡാമേജ് അല്ല. ആ 32. എന്തൊക്കെയോ ചെയ്യുന്നു. ഞാൻ എയർലായതൊന്നും ആന വെച്ചോക്കട്ടെ. ആനോട് എന്ത് ചെയ്തോക്കട്ടെ. ആനയുടെ പാട് ഒത്തി പോണതാ. അതാ നോക്കുന്നത്. ആനത് അങ്ങോട്ട് പോണ്. 48. ഞാൻ വെറൈറ്റിക്ക് ആന എടുത്തതാ. വേണ്ട, ഒരു ഉപകാരമില്ല.
ഈ സാധനം എന്ത് ചെയ്യും? തീയും തീയും. ആ പോരാ പോരാ. ഡാമേജ് കൊടുക്കുന്നുണ്ട് കേട്ടാ, പക്ഷെ എഫക്റ്റീവ് ആയിട്ടുള്ള ഡാമേജ് അല്ല അത്. മറ്റേ നല്ല ഹെൽത്ത് കുറക്കുന്നുണ്ട്. നമ്മളെ ജോർമുട്ടൈഡ് ഇറക്കട്ടെ, ഒറിജിനൽ വാട്ടർ ജോർമുട്ടൈഡ്. ഓയോ, അവന് 200 കണ്ടു കൊടുത്തു ഒരു അടിക്ക്. അതിന്റെ ഏതോ ഒരു അടിക്ക് 200 കൊണ്ടിട്ടുണ്ട് അവന്റെ. അതെ 223. അല്ല അവന് കൊടുക്കുന്നതാ. നിന്റെ മറ്റുള്ള എന്ത് ചെയ്യാവും? നിന്റെ മറ്റുള്ള ഇറക്കിയിട്ട് കാര്യമില്ല, ഇതിൽ വാട്ടർ കാണട്ടെ. ഫ്ലൈം ബെല്ലേ ഇറക്കി നോക്കിയിട്ടില്ല. ചിലപ്പോ അതിന്റെ അടി കൊണ്ട് ചാവില്ല, ലെവല് കൂടുതലാണ്. കൊള്ളാം ഈ കളി കൊള്ളാം. നോക്കട്ടെ എന്താ ചെയ്യാൻ ഇതുണ്ട്. ഈ പവർ ഒരു എഫക്റ്റ് ഇല്ലാണ്ടായി ഇപ്പോ. ഏത് ഫ്ലൈം ബെല്ലാണോ? ഫ്ലെയിമെല്ലാം അവന് ഏകദേശം സെയിം പവർ ഉണ്ട്, മറ്റേ തീ ചുഴലിയുള്ളത്. ഓ അണക്കാനെ വാട്ടർ വാട്ടർ ബോസിന് വേറെ 2-3 അതാ അടിയിലെന്താ മൊത്തം കത്തിച്ചാ? ഞാൻ തിരിച്ചെടുത്തേ. ഞാനും എടുക്കാതെ നല്ലത്. കയ്യബദ്ധം മതി, എല്ലാം മാറി മറി. ഓടാ ഞാൻ അൾട്ര എടുത്തിരുന്നത്. കിട്ടി ആളെ കിട്ടി, സിമ്പിളായി കിട്ടി. കത്തിൽ നിർത്താൻ ഒരു വഴിയില്ല. നീ ഏത് ഡ്രസ് ഇട്ടിരിക്കുന്നത്? എന്താണോ ഞാൻ കത്തുന്നില്ലല്ലോ. നീ ഡോഡ്ജ് ചെയ്യാറല്ലേ തീരെ? നീ അവൻ തീ വിടുമ്പോൾ ഫിയർലെസ് ആയിട്ട് നിൽക്കുമല്ലേ? വെറുതെ പിന്നെ അവനെടുത്തിട്ടടിക്കുന്നു. നിൽക്കുണ്ടോ? എനിക്കില്ല ഇവിടെ. ആ ഉണ്ട്. ഒരു എഗ് എടുക്കണം, അല്ലെങ്കിൽ മോശ. ഡുംബുഡ് ചൗഡർ ഏതോ ഡിഷാണ്. ഡുംബുഡിനെ അരച്ച് വറുത്തത് എന്തോ സാധനം. ആ എനിക്ക് കിട്ടിയുണ്ടാവല്ലോ ഒരു പ്ലേറ്റിലാക്കിട്ട്. പെട്ടി ഉറക്കം പോയിട്ടെന്നാ തുറന്നില്ല. ഡുംബുഡ് ചൗദർ നല്ല പേര്. ഞാൻ ഇവിടുത്തെ ടി പി ഒന്നുമില്ലേ? അവിടെയാണോ ടി പി? ആ ഇനിയിപ്പോൾ അങ്ങോട്ട് തന്നെ പോ. ടവർ അങ്ങനെ വഴി മാറി ഇങ്ങോട്ടെത്തി. ഇവിടുത്തെ ടവറാണ് ഇപ്പം അടുത്തുള്ളത്. ടി പി അതായിരുന്നു എടുത്ത്. പക്ഷെ ഞാൻ വഴി മാറി, വഴി തെറ്റി. ഇതോ വല്ലേക്കും കിട്ടിയാലേ. ആ അങ്ങനെ നമ്മൾ സുസാക്കുനെ പിടിച്ചു. ഇനി 12 ബോസും കൂടെ ബാക്കി. 12 മോർ ടു ഗോ. 12 മോറും കൂടെ കഴിഞ്ഞാൽ പാൽ ബോസ് തരും. പാൽ ബോസ് കഴിഞ്ഞാൽ നമുക്ക് ടവർ ബോസ് കയറാം. ടവർ ബോസ് ലൈക്ക് ആക്ച്വലി എന്തോ സിനിമാറ്റിക് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് നൈസ് ആയിരിക്കും, കുറച്ചുകൂടി ടഫ് ആവും എന്ന് പറഞ്ഞത്. നമ്മളെ സെയിം ലെവലിനനുസരിച്ചിട്ടാണ് ടവർ ബോസ് വരികയെന്ന് അറിഞ്ഞത്. അപ്പോൾ നമുക്ക് അതും ഉണ്ടാവും. അത് കുറച്ചുള്ളൂ, ഒരു 6 ടവർ ബോസ് അങ്ങോട്ട് ഉള്ളത് ടോട്ടല്. അപ്പം നമുക്ക് എന്തായാലും ഇവനെ കൊണ്ടുപോയിട്ട് മറ്റേ സാഡിൽ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടാ. എൻ്റെ സാഡിൽ ഉണ്ടാക്കാൻ ടൈം ആയിട്ടില്ല അവണ്. ഇല്ലല്ലോ സുസാക്കുൻ്റെ സാഡിൽ ഒന്നും ഇല്ലല്ലോ. ഇവിടെ ചോർമുട്ടയുടെ സാഡിൽ കിട്ടും. ആ ചോർമുട്ടയുടെ പുറത്തിരുന്നെങ്കിൽ ഒരു യാത്ര വേണം. സുസാക്കുൻ്റെ സാഡിലാ. സുസാക്കുൻ്റെ സാഡിലുണ്ട്.
എത്രയില്ല 40-ല് 40-നല്ല അത് അല്ല 40-അല്ല ആ 40-ല് 43-ല് ഇതും കിട്ടി ജോർമുണ്ടേഡിന്റെ. അതിന് പിടിച്ചില്ല തോന്നുന്നുണ്ട്, അതാണ് കാണിക്കാത്ത. എനിക്ക് കോൾമൈൻ വന്നിട്ടുണ്ട്, എടുക്കട്ടെ? ആ കോൾമൈൻ എടുത്തോ. ആ ഓക്കെ, ഞാൻ പിന്നെ പണിക്കെടുക്ക കാണിക്കട്ടെ. എവിടെ എവിടെ എൻ്റെ പണിക്കാരൻ? എടാ എൻ്റെ കയ്യിലെ ഡയറക്റ്റ് കയറി അവൻ സുസാക്കു. ഇത് നോക്കിയേ, 40ാമത്തെ ലെവലില് ലാസ്റ്റത്തെ സ്പിയർ നോക്ക്. 40ാമത്തെ ലെവല്. ആ എന്തോന്നു ദ സ്പിയർ ചെറിഷ്ഡ് ബൈ ലില്ലി പണിഷസ് ദോസ് ഹു നെഗ്ലെക്ട് ദെയർ. ഓ നമ്മളെ പാല് നെഗറ്റ്സ് എന്ന് പറയുന്നത് നെഗ്ലറ്റ് അടിക്കുമ്പോ ഇത് വെച്ച് കുത്തിയാ മതിയാ. അവന്റെ ഒറ്റപ്പെടല് മാറണോ? അത് വാങ്ങിക്കണം കേട്ടാ. ഇത് വെച്ച് കുത്താൻ തോന്നുന്നുണ്ട്, എന്താണോ തോന്നുന്നുണ്ട്. അപ്പൊ ശരി ഗൈസ്, അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇത് തന്നെയാണ്, ഇത് പക്ഷെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഇതല്ല, ഇതാണ് ആള്. ഇപ്പൊ കൈക്ക് എടുത്ത് വെച്ചതാണ്, അതെന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. എനിക്ക് ഒരു ഇത് കിട്ടില്ല ചേട്ടാ. അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാൻ പാൽസിന് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആ സ്ലോട്ടില്. എന്തായാലും പോട്ടെ, നമുക്ക് ഇതിന്റെ അടുത്ത വീഡിയോ ഞാൻ ഇതിന്റെ സാഡിലൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഇതിന്റെ സ്പീഡാണോ ബീക്കണാണോ സ്പീഡ് കൂടുതലെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നോക്കിയിട്ട് അടുത്തത് മുതൽ അതാവും പക്ഷി. ആർക്കാണോ സ്പീഡ് അതായിരിക്കും. ബീക്കൺ ഓർ സുസാക്കു ആയിരിക്കും കേട്ടാ. അടുത്ത മുതൽ എൻ്റെ സഞ്ചാരി, സഹജക സഞ്ചാരി, അത് തന്നെ. അപ്പോൾ ബൈ ഗൈസ്, എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടാറ്റാ. അടുത്ത വീഡിയോയിൽ നമുക്ക് സുസാക്കു കഴിഞ്ഞ് ഇനി അടുത്ത ജോർമുട്ടയുടെ അല്ലെങ്കിൽ അന്നുബീസ് അല്ല, ഇവിടെ ഉണ്ട് കിങ് പക്ക ക്രിസ്റ്റ്. അങ്ങനെ അല്ലായിരിക്കും കേട്ടോ. ഒന്നെങ്കിൽ ജോർമുട്ടയുടെ പിടിക്കാം, അല്ലെങ്കിൽ കിങ് പക്ക ക്രിസ്റ്റ്. അതാണ് ഇനി ഉള്ളത്. പിന്നെ ഇവിടെ റിലാക്സറസ് ഒക്കെ 47, അത് കഴിഞ്ഞിട്ട് പിടിക്കാനുള്ളതാണ്. അപ്പോൾ ശരി, അപ്പോൾ ടാറ്റ ബൈ.